റോമർക്കെഴുതിയ ലേഖനം 8:1 തൊട്ട് ഏകദേശം 5 വരെയുള്ള വാക്യം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 5 വരെ. റോമൻസ് 8:1-5. വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില സത്യങ്ങളാണ് ഈ റോമർക്കെഴുതിയ ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം മുഴുവനായിട്ട് ഞാൻ നേരത്തെ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇപ്പം വീണ്ടും ഒന്നും കൂടെ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം എടുത്തു പറയാനായിട്ട് ആത്മാവിൽ തോന്നിപ്പിക്കുന്നു. പുതുവർഷത്തിൽ അനേകർ പുതിയ റെസൊല്യൂഷൻസ് എടുത്തേച്ച് ജീവിതം ഒരു പുതിയ മണ്ഡലത്തിലോട്ട് കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വിടുതലിൻ്റെ ആത്മാവ് ആവശ്യമുണ്ട് ആദ്യമേ. അതുകൊണ്ട് നമ്മൾ ആരിലാണ് ഉറച്ചു നിൽക്കുന്നത്? പാറയാകുന്ന ക്രിസ്തുവിലാണോ വീട് പണിയുന്നത്? രണ്ട് തരത്തിൽ വീട് പണിയാം. ഒരുവൻ പാറയുടെ മേൽ നല്ല അടിസ്ഥാനമുള്ളിടത്ത് വെച്ച് വീട് പണിയുന്നു, മറ്റവൻ മണലിൻ്റെ മുകളിൽ വീട് പണിയുന്നു. പുറമേ നോക്കിയാൽ രണ്ടും ഐഡൻറ്റിക്കലാണ്. പണിത് തീർത്തിരിക്കുമ്പോൾ രണ്ടിനും കണ്ടാൽ കുഴപ്പമൊന്നുമില്ല. ഒന്ന് പാറയുടെ മുകളിൽ, ഒന്ന് മണലിൻ്റെ പുറത്ത്. കാറ്റും കോളും വരും, സംശയമില്ലാത്ത സത്യമാണ്. എല്ലാവർക്കും ഭാരങ്ങളുണ്ട്, പ്രശ്നം. പക്ഷേ കാറ്റും കോളും വരുമ്പോൾ പാറയുടെ മുകളിൽ പണിത വീട് നിൽക്കും, മണലിൻ്റെ മുകളിൽ പണിത വീട് നശിച്ചു പോകും. അതുകൊണ്ട് മണലിൻ്റെ മുകളിൽ പണിയുന്നവരോട് കർത്താവ് പറഞ്ഞ് അവിടെ എന്നിട്ട് തിരിച്ചു വാ. പാറയുടെ മുകളിൽ പണിയുന്നവരോട് ദൈവത്തോട് കൂടെ ചേർന്ന് മനോഹരമായിട്ട് പണിതെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8:1-2. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പം ക്രിസ്തുവേശുവിലുള്ളവർക്ക്, അപ്പം ഇതിനു മുൻപ് പൗലോസ് തൻ്റെ ഞാനൊരു അരിഷ്ട മനുഷ്യനാണ്, കാരണം പാപത്തിൻ്റെ അടിമത്വത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ എനിക്ക് നന്മയല്ല തിന്മ ചെയ്യുന്നു. അപ്പം തിന്മ ചെയ്യുന്ന ഒരു പ്രവണത എന്നിലുണ്ട് എന്ന് പൗലോസ് അതിന് മുമ്പിൽ പറയുന്നുണ്ട്. എന്നാൽ 8-ാം അധ്യായമായപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ക്രിസ്തുവേശുവിലാണ് നീ നിൽക്കുന്നത് എങ്കിൽ ആ അടിസ്ഥാന മൂലക്കല്ല് മാറരുത്. ഈ വേദപുസ്തകം ഒറ്റവേക്ക് പറയുകയാണെങ്കിൽ വേദപുസ്തകം യേശുക്രിസ്തുവിൻ്റെ പുസ്തകമാണ്. അത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പുത്രനെ അയച്ചു, അവൻ നമുക്ക് വേണ്ടി പാപത്തെ ഏറ്റെടുത്തു. അതാണ്, അത്രമാത്രമാണ് സത്യം. അപ്പം ഈ സത്യം എത്രമാത്രം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും? കർത്താവ് ചോദിക്കുന്നത്, നിൻ്റെ ഉള്ളിൽ യേശു ആണോ ജീവിക്കുന്നത്? ഇത് റീപ്ലേസിങ് എവ്രി ഡേ ഇറ്റ് ക്യാൻ ഹാപ്പൻ. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ നടുക്ക് യേശുവാണോ ഇരിക്കുന്നത്? അല്പം ചരിഞ്ഞ് ഇപ്പം വീഴുന്ന പോലാണോ ഇരിക്കുന്നത്? മറ്റുള്ളവരെ കാണിക്കാൻ മുൻവശത്തെ വെച്ചിട്ടുള്ള പുറയിലില്ല. ഇതൊക്കെ ദൈവത്തിനറിയാം. അപ്പോൾ ആർ യു റിയലി ഷുവർ ദാറ്റ് യു ഹാവ് എൻത്രോൺഡ് ഹിം ഓൺ ദ ത്രോൺ ഓഫ് യുവർ ഹാർട്ട്? ഹൃദയത്തിൻ്റെ നടുക്ക്. അത് ഞാൻ പണ്ടേ പഠിപ്പിക്കാറുള്ളൊരു സത്യം. വി ഷുഡ് ഇമാജിൻ ആസ് ദി സ്പോക്സ് വീൽ. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു കാളവണ്ടിയുടെ ചക്രം പോലെ നമ്മൾ കാണണം. അതിൻ്റെ നടുക്കത്തെ ആ നോബ്, അതിൻ്റെ ആ ചക്രത്തിൻ്റെ നടുഭാഗം അല്പം മാറിയാൽ ഈ ചക്രം ചൊവ്വേ ഓടത്തില്ല. ഇറ്റ് ഹാസ് ടു ബി റൈറ്റ് ഇൻ ദ സെൻറ്റർ പോയിൻ്റ്, ഹബ്ബ്. അപ്പോൾ അത് പറഞ്ഞ പോലെ അതിൽ നിന്നാണ് ഈ സ്പോക്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ഒരേപോലെ. സൈക്കിളിൻ്റെ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ നടുവിൻ്റെ സ്റ്റേജ്, നടുക്ക് വെക്കേണ്ട സ്റ്റേജ് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാൽ ജീവിതം ശരിയാത്ത. അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ നടുക്ക് യേശു ക്രിസ്തു ആണോ? അതാണ് ഇന്ന് പഠിക്കേണ്ടത്. നമ്മളല്ലെങ്കിൽ ദൈവത്തോട് പറയണം, കർത്താവ്, ഇറ്റ് ഈസ് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനെ തള്ളി നീക്കാനുള്ള ചിന്ത വരുമ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് മാറ്റി വെച്ച ഒരു യുദ്ധമാണ് അവിടെ. അത് കോൺഷ്യസായിട്ടോ അൺകോൺഷ്യസായിട്ടോ എല്ലാവർക്കും നടക്കും. ഞാനിന്ന് റെക്കോർഡിങ്ങിന് വേണ്ടി രാവിലെ പ്രിപ്പയർ ചെയ്യുമ്പം നേരം വെളുത്ത് ഒരു റീസണില്ല. മൈ സ്പിരിറ്റ് ഈസ് നോട്ട്. വചനത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ദിവസങ്ങളാണ് ഈ സമയത്ത്. വചനം എന്ന് പറഞ്ഞാൽ വചനം ഇടതും വലതും മാറാതെ നിൽക്കും. എന്നിട്ട് നേരം വെളുത്തപ്പം സം സോർട്ട് ഓഫ് ഡിസ്റ്റർബൻസ്, എന്താണെന്ന് അറിയത്തില്ല. I'm not feeling that the restful period of with Jesus. അപ്പം നമുക്ക് അറിയാം എന്തോ രാത്രി കൊണ്ട് എന്തോ യേശുവിനെ തള്ളി. പക്ഷെ കുറേ നേരം മിണ്ടാതെ ഇരുന്ന് ദൈവത്തോട് തന്നെ ചോദ്യോത്തരം വചനം എടുത്ത് വായിച്ച് കുറച്ച്
പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് നമുക്കറിയാവുന്ന പാട്ടുകൾ നമ്മൾ 1 2 ഈരടി പറയാൻ തുടങ്ങി. അത് മൂളിപ്പാട്ട് പോലെ നമ്മുടെ ഹൃദയത്തിൽ വരും. കുറേ നേരം കഴിയുമ്പം നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ദുരാത്മാവ് ഇറങ്ങി അങ്ങോട്ട് പോകും. അത് തന്നെയല്ല, എൻ്റെ കൂടെ ഇരിക്കുന്ന ഹസ്ബൻഡിൻ്റെ ഉള്ളിൽ നിന്ന് അതുപോലെ എനിക്ക് കാണാം. കാരണം ആരിലെങ്കിലും ഇവന് കയറി ജയിക്കണമെന്നേ ഉള്ളൂ. കാരണം നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കണമെന്ന് അവനെ ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് ഞാൻ നല്ലത് മറ്റേ ഹസ്ബൻഡ് ചീത്തയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഹീ ക്യാൻ വർക്ക് ഇൻ എനി പ്ലേസ്. ഒരിക്കൽ നമ്മളിൽ അല്ലെ മറ്റേ ആൾ എങ്ങനെ വന്നാലും കുടുംബജീവിതം നശിക്കും. അപ്പം നമ്മളിൽ ആ സമാധാനം നഷ്ടപ്പെടുത്താൻ വരുന്നത് കണ്ടുപിടിക്കാമെങ്കിൽ നമുക്കിവനെ അടിച്ചു മാറ്റാൻ സാധിക്കും. ദൈവം ചോദിക്കുന്നു, ഭർത്താവ് പറയുന്നത്, ക്രിസ്തുവേശുവിലാണെങ്കിൽ നിനക്കിനി ഒരു ശിക്ഷാവിധിയില്ല. ശരിയാണ്, നെഗറ്റീവ് തോട്ട്സ് വരും, പക്ഷേ ശിക്ഷാവിധിയൊന്നുമില്ല. എടുത്ത് ദൂരക്കളയാം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, 2 പ്രമാണം ഇവിടെ ഉണ്ട്. ഒന്ന്, ജീവൻ്റെയും ആത്മാവുള്ളവന് മാത്രമേ, പരിശുദ്ധാത്മാവുള്ളവന് മാത്രമേ ജീവനുള്ളൂ. ജീവൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രമാണം, ഇറ്റ്സ് എ ടൈറ്റിൽ ഡീഡ്. എനിക്ക് പാപത്തിൻ്റെയും മരണത്തിന് 2ാം ടൈറ്റിൽ വേറൊരു പ്രമാണമുണ്ട്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. നമുക്കൊരു സ്വാതന്ത്ര്യ ജീവിതം കിട്ടിയിരിക്കുന്നത് ബിക്കോസ് എപ്പോഴാണ് എന്നിലുള്ള ജീവൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്നിൽ ക്രിസ്തുവിൽ വസിക്കുന്നതിനാൽ ലോകത്തിൻ്റെ പ്രമാണങ്ങൾക്ക് അല്ലെങ്കിൽ പാപത്തിൻ്റെയും പാപത്തിൻ്റെ ശമ്പളം എന്തുവാ? മരണമാണ്. നമ്മൾ അത് ഐ തിങ്ക് നമ്മൾ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കുന്ന സിലബസൊക്കെ മാറ്റി വെച്ച് ഈ ബേസിക് ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് നമ്മൾ സ്വഭാവം എന്നൊക്കെ പറയുന്നത് തന്നെത്താനെ ഒന്നും സ്വഭാവം രൂപാന്തരപ്പെടുത്താനൊക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ സിലബസിക്ക് പോയിട്ട് പിന്നെ അച്ഛനാവുന്നവർ, പാസ്റ്റേഴ്സ് ആവുന്നവർ, പിന്നെ തിരുമേനിമാർ, അവരൊക്കെ എങ്ങനെയാണ് നമ്മളേശത്തേക്ക് പോകുന്നത് അറിഞ്ഞാതെ. ബിക്കോസ് അതുകൊണ്ടൊന്നും ഒരു ശുദ്ധരാകുന്നില്ല അൺലെസ് യു ആർ റിയലി ഫീൽഡ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ, അതായത് ജഡത്തിനുണ്ട് ശക്തി എന്ന് പറയുന്നത് വലുതാണ്. ആ ജഡശക്തി കളയണമെങ്കിൽ നിനക്ക് നിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് നമ്മുടെ പ്രമാണം ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണമെന്ന് മനസ്സിലാക്കണം. അത് നിർബന്ധമാണ്. അത് പൗലോസ് അരിഷ്ട മനുഷ്യനായ പൗലോസിനെ തന്നെ പഠിപ്പിക്കാനും നമ്മളെ പഠിപ്പിക്കാനും എഴുതി വെച്ചിരിക്കുന്നു ആത്മാവിൻ്റെ വിവേചനത്തിൽ. അപ്പം ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിന് ദൈവം തന്നെ പുത്രനെ പാപജഡത്തിൻ്റെ സ്വാദൃശ്യത്തിൽ പാപം നിമിത്തം അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പം ജഡത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ഒരു മനുഷ്യനും പൂർണ്ണമായിട്ട് ദൈവത്തിന് മുമ്പിൽ നിൽക്കാത്തതിനാൽ ന്യായപ്രമാണത്തിന് കീഴിൽ തന്നെ യേശുവിനെ പറഞ്ഞയച്ചിട്ട് മനുഷ്യനായിട്ട് പറഞ്ഞയച്ച് നമ്മുടെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ വന്ന് അവൻ നമ്മുടെ പാപത്തെ ഏറ്റെടുത്ത് ആ ശിക്ഷയും അനുഭവിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മളെന്തിനാ എനിക്ക് ശിക്ഷയാണ്, ഞാൻ പാപിയാണ്, മഹാപാപിയാന്ന് എന്തിനാണ് വിളിച്ചത്? ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ ചെന്നാൽ ഞാൻ ഒരു കാര്യം ഞാൻ പഠിപ്പിക്കുന്നത്, വി ആർ നോട്ട് മഹാപാപി നൗ. പണ്ടായിരുന്നായിരിക്കും. കർത്താവിൻ്റെ ഒരു തിരുശരീരം തിരുരക്തവും ആരനുഭവിച്ചോ പിന്നെ നീ മഹാപാപി അല്ല. ദെൻ യു മേ സിൻ. വൈറ്റ് സിൻ എന്ന് എല്ലാവരും പറയും. എന്ത് സിനാണ്? സിന്ന്. യു മേ സിൻ ലേറ്റർ. ഇറ്റ് ക്യാൻ ബി വാഷ്ഡ് അവേ. പക്ഷേ ഈ മഹാപാപി എന്നുള്ള ലെവലിൽ നിർത്തുകയാണെങ്കിൽ യു ആർ നെഗേറ്റിംഗ് വാട്ട് എവർ ജീസസ് ഹസ് ഡൺ അറ്റ് ദ ക്രോസ് ബൈ ഹിസ് ബ്ലഡ്. ദൈവത്തിൻ്റെ വിശുദ്ധ രക്തം കൊണ്ട്. അതായത് എങ്ങനെയാണ് സിമ്പിൾ എക്സാമ്പിൾ എടുക്കുന്നത് വെച്ചാൽ, നമ്മളൊരു അടിമ വ്യാപാരത്തിനകത്ത് ചെന്നിട്ട് ഒരു പാവം പിടിച്ച ഒരു 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അടിമയായി അവളുടെ കാശ് കൊടുത്ത് നമ്മൾ അടിമയായി അവളെ സ്വതന്ത്രയാക്കി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുകയാണ്. ഷീ ഈസ് ഫ്രീ, ആബ്സല്യൂട്ട്ലി ഫ്രീ, ബിക്കോസ് അവളുടെ കടച്ചിട്ട് ഞാൻ വലിച്ചു കയറി കളഞ്ഞു. ബട്ട് ഇഫ് ഷീ തിങ്സ് ദറ്റ് ഷീ ഈസ് സ്റ്റിൽ എ സ്ലേവ്, ഷീ വിൽ ഓൺലി ആക്ട് ലൈക്ക് എ സ്ലേവ്. അതാണ് പാപത്തിൽ നിന്ന് നമ്മളെ വിടുതലാക്കി ദൈവം തമ്പുരാൻ തൻ്റെ രക്തം കൊണ്ടും തൻ്റെ ക്രൂശുമരണം കൊണ്ടും വിടുതലാക്കിയ നമ്മുടെ പ്രമാണം മാറിയെന്ന്. ഐ ഹാവ് 1 പ്രമാണം. എൻ്റെ ടൈറ്റിൽ ഡീഡ് ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണമാണ്. അത് എന്നും നല്ല ഫലം കായ്ക്കാനുള്ള ആറ്റരികത്ത് നട്ടിരിക്കുന്ന നല്ല തോട്ടം നിന്നെ ഏൽപ്പിച്ചിരിക്കുക. നമ്മുടെ ഹൃദയം പുതിയ തോട്ടമായി, ഏദൻ തോട്ടം പോലെ. അവിടെ എന്നും ദൈവം വൈകിട്ട് വന്ന് നമ്മളോട് സംസാരിക്കും. എന്നും നമുക്ക് നമ്മുടെ സംശയങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ടാണ് പാപത്തിന് അടിമയാകുന്നത് അതും ചോദിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മുടെ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു, ജഡത്തെയല്ല ആത്മാവിനെ എത്രയും അനുസരിച്ച് നടക്കുന്ന ഒരു നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകാൻ. ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ കാഠിന്യത്തെ എടുത്തു കളയാൻ വേണ്ടി, അല്ലെങ്കിൽ പാപത്തിൻ്റെ
കഠിനത എടുത്തു മാറ്റാൻ വേണ്ടി തൻ്റെ ശരീരത്തിന്മേൽ നമ്മുടെ പാപത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ വിധി ഏറ്റെടുത്തു. അത് നമ്മൾ ഈ ക്രിമിനൽ കേസ്, എ മാൻ കനോട്ട് ബി ഹാങ്ഡ് ട്വൈസ്. 2 പ്രാവശ്യം ഒരാളെ തൂക്കെ കയറ്റാനൊക്കത്തില്ല. ആദ്യത്തെ പ്രാവശ്യം തൂക്കെ കയറ്റിയപ്പം അവൻ്റെ കയറ് പൊട്ടിപ്പോയി അല്ലെങ്കിൽ മുറിഞ്ഞു പോയെങ്കിൽ 2ാം പ്രാവശ്യം അവനെ തൂക്കാൻ അവകാശം ഇല്ലെന്ന്. നമ്മളോ ദിനംപ്രതി നമ്മളെ കുരിശെ കയറ്റിയിട്ട് എന്നും നമ്മളെ തന്നെ, നമ്മുടെ ഭർത്താക്കന്മാരെ, നമ്മുടെ മക്കളെ ദിനംപ്രതി നമ്മൾ കുരിശെ കയറ്റിയിട്ട് തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. വി ഹാവ് ടു ചേഞ്ച് ആൻഡ് നോ ദ ട്രൂത്ത്. നമ്മൾ സത്യം അറിയണം. സത്യം അറിയുമ്പോൾ സത്യം നമ്മൾ സ്വതന്ത്രമാക്കും. കർത്താവ് പറയുന്നത് ജഡസ്വഭാവമുള്ള ജഡത്തിനുള്ളതും ആത്മാ ജഡത്തിനുള്ളവർക്ക് ജഡസ്വഭാവമുള്ള ജഡത്തിൽ നമ്മളും ആത്മാവും തമ്മിൽ സ്വഭാവം തമ്മിൽ വലിയ വ്യത്യാസമാണ്. കിഴക്ക് പടിഞ്ഞാറ് അകന്നു പോയിരിക്കുന്ന പോലെ, ഇരുട്ടും വെളിച്ചവും പോലെ വ്യത്യാസമുണ്ട്. അത് സഭയിലുള്ളവരോട് തന്നെയാണ് പറയുന്നത് പൗലോസ്, അല്ലാതെ സഭയുടെ പുറത്തല്ല. ജഡത്തിൻ്റെ ചിന്തയോ മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനം. എന്നും എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ സമാധാനമുണ്ട്. എവിടെ സമാധാനം ഇല്ലയോ അതിൻ്റെ അർത്ഥം അവിടെ പരിശുദ്ധാത്മാവല്ല ഭരിക്കുന്നത്. ശരിയാണ്, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇന്ന സഭയിലെ അംഗമായിരിക്കും, പക്ഷേ സമാധാനത്തിൻ്റെ ആത്മാവ് അവിടെ വരുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവല്ല. അപ്പോൾ നമ്മൾ ദൈവത്തോട് പറയുക, കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവിന് ആധിപത്യം എടുക്കണം, ജഡസ്വഭാവമുള്ളതിനെ വെട്ടിമാറ്റണം, ദൈവത്തെ അറിയാൻ, ആത്മാവിൽ അറിയാനുള്ള വാഞ്ച അല്ലെ ആഗ്രഹം ഇട്ട് തരണം. ഇതൊക്കെ ചോദിക്കാൻ നമുക്കറിയാമല്ലോ. നമ്മൾ ചോദിക്കണം. പല പ്രാവശ്യം ചോദിച്ച് കഴിയുമ്പോൾ ദൈവം അത് പ്രവർത്തിക്കും. നമ്മൾക്ക് അറിയാമെങ്കിൽ അത് പഠിപ്പിക്കാൻ അറിയാവുന്ന ആളിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരും. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളവർ നമ്മുടെ ഇടതും വലതും മുൻപും പിൻപും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അറിയണമെന്ന് ആഗ്രഹിക്കുമ്പോഴേ അവർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുള്ളൂ. അത്രയേ ഉള്ളൂ. അത് നമ്മൾ ജഡത്തിൻ്റെ ചിന്ത മരണമാണ്, ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനം. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്ന് പിള്ളേരോട് പറഞ്ഞതൊന്നും അവർ കേൾക്കണമെന്നില്ല. അവരുടെ ജഡസ്വഭാവത്തെ ഉരിച്ചു കളയാതെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. അതാ നിൻ്റെ പരിശുദ്ധാത്മാ ഞങ്ങളെ നയിക്കണമേ, നിൻ്റെ ആഗ്രഹത്തിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മാറി, നിൻ്റെ ആഗ്രഹം, നീ ഞങ്ങളുടെ രക്ഷിതാവാണെന്ന് മനസ്സിലായി. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാ നിങ്ങൾ വസിക്കുന്നതിന് ജഡസ്വഭാവമുള്ളവരല്ല, നമ്മൾ ആത്മസ്വഭാവമുള്ളവരാണ്. ആണോ? അത് പല പ്രാവശ്യം പറഞ്ഞു, എന്നിൽ ആത്മാവാണ് വസിക്കുന്നത്, എന്നിൽ പരിശുദ്ധാത്മാവാണ്. നമുക്ക് അസുഖമുള്ളപ്പോൾ എന്നിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നതിന് എൻ്റെ ശരീരത്തിൽ രോഗം നിൽക്കത്തില്ല. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ ഭയമോ രോഗമോ പിന്നെ ആകുല ചിന്തയോ നിരാശയോ ഒന്നും നിൽക്കാനൊക്കത്തില്ല. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെഷർ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ്. ഒരു ഗ്ലാസ് നിറച്ച് നമ്മൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കുകയാണെങ്കിൽ അത് ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം. അന്ന് ഇപ്പോൾ ഈ വചനം പറയുമ്പോൾ അഴുക്ക് ചിന്ത വരുന്നില്ലല്ലോ. വചനം ചിന്തിച്ചിട്ട് പിന്നെ നമ്മൾ അല്പനേരം ഒന്നും ചെയ്യാനില്ല റെസ്റ്റ് ചെയ്യുമ്പോഴാണ് വീണ്ടും പഴയ ചിന്തകൾ കയറുന്നത്. അപ്പം നമ്മൾ ബി ആക്റ്റീവ് ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിൽക്കണം. ആ ദൈവത്തിൻ്റെ ആത്മാവിലെ ഒരു വചനം ഈ റോമർക്കെഴുതിൽ 8:11 പറയുന്നത് അതാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ യേശുവിനെ, ക്രിസ്തുയേശുവിനെ മരണത്തിന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന എൻ്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യശരീരത്തെ എൻ്റെ മർത്യശരീരത്തെ ജീവിപ്പിക്കുന്നത് യേശു ക്രിസ്തു ക്രൂശുമരണം ഏറ്റിട്ട് അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഏത് ആത്മാവാണ് യേശുവിനെ ഉയർപ്പിച്ചത് അതേ ആത്മാവ് ഇപ്പോൾ എന്നിലും നിങ്ങളിലും വസിക്കുന്നു. അതിനാൽ ഈ മർത്യ ശരീരത്തെയും അവൻ ജീവിപ്പിക്കും. വളരെ വളരെ മർമ്മമേറിയ സത്യമാണ്. എൻ്റെ ശരീരം ദൈവത്തിന് ബലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മരിച്ചു കഴിഞ്ഞിട്ടും ശരീരത്തിന് നമ്മൾ വില കൊടുക്കുന്നുണ്ട്. പിശാച് മോശയുടെ ശരീരത്തിന് വേണ്ടി വാത് വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരം പോലും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എങ്കിൽ വേറെ ഒരു പ്രാധാന്യമുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് അവിടുന്ന് വ്യക്തമായിട്ടും പറയുന്നുണ്ട്. ആരാ എഴുതിയിരിക്കുന്നത്? 3-ാം സ്വർഗം കണ്ട പൗലോസ് എഴുതി വെച്ചിരിക്കുകയാണ്. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല. പലപ്പോഴും ഞങ്ങൾ ജഡത്തിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പലതും ചെയ്തു കൂട്ടാറുണ്ട്. പക്ഷേ അവിടുന്ന് നോക്കുമ്പം അതിന് ഒരു വിലയുമില്ല. എന്നാൽ പിന്നെ ആത്മാവിൻ്റെ പ്രമാണം ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണം എപ്പോഴും സമാധാനവും അനുഗ്രഹവും ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് പ്രതിഫലവും കിട്ടും.
അത് നമ്മൾക്ക് ഉള്ള അവകാശമാണ്. അവിടെ ഇന്ന് മുതൽ ഞങ്ങളെ ആത്മാവിൻ്റെയും ജീവൻ്റെയും പ്രമാണം വായിക്കുവാനും, അത് ജീവൻ്റെ പുസ്തകം, അത് വായിച്ചെടുക്കുവാനും, അതിൽ നിന്നും പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചത് ഉൾക്കൊള്ളാനും, അങ്ങനെ ഞങ്ങൾ ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്തമായ വൃക്ഷം പോലെ ആക്കി ഞങ്ങൾ ചെയ്യുന്നതിലൊക്കെ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രതിഫലം നീ തരുന്നതിന് നന്ദിയോടെ സ്തോത്രം. പറയുന്ന ഇസഹാക്ക് വിതച്ചു, അവന് 100 മേനിയായിട്ട് ദൈവം തമ്പുരാൻ വിളവ് കൊടുത്തു. അങ്ങനെ ഒരു അനുഭവം അനേക കുടുംബങ്ങൾക്ക് ദൈവം തരാൻ പോകുന്നു എന്ന് ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ഇസഹാക്ക് വിതച്ചു 100 മേനിയായിട്ട് വിളവെടുത്തു. അനേക കുടുംബങ്ങൾ ഇന്നുവരെയും പ്രയത്നിച്ചിട്ട് ഒരു പ്രതിഫലം കിട്ടാത്തിടത്ത് 100 മേനിയായ പ്രതിഫലം കടന്നു വരുന്നു. ആത്മാവിൻ്റെ പ്രവചനമാണിത്. പരിശുദ്ധാത്മാവിൽ വാങ്ങിച്ചെടുക്കുക. ആത്മാവിന് ജീവനുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ആത്മാവ് ഉള്ളവർ ഏറ്റെടുത്തിട്ട് പ്രാപിച്ചെടുത്താട്ടെ. അനേകർക്ക് ഈ വർഷം ഒരു അനുഗ്രഹ വർഷമായിട്ട് ദൈവം ഡിക്ലെയർ ചെയ്തിരിക്കുക. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.